ഈ സൗബിൻ ഈ സിനിമയിൽ വേണ്ട ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വേണ്ട ഒരു വ്യക്തി ആയിരുന്നു ഞാൻ പറയത്തില്ല. സൗബിന്റെ സൈഡ് സൗബിൻ ക്ലിയർ ചെയ്തു, പക്ഷെ കുറേ കാണിക്കുന്നു, കുറേ പീസായിട്ട് കാണിക്കുന്നു സീക്വൻസ്, ഓരോ ഭാഗങ്ങൾ ഭാര്യയുടെ. അപ്പം അതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ഹൈ ഗൈസ്, ഐ ആം ബിച്ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രാവിൻകൂട് ഷാപ്പ് ഡയറക്റ്റഡ് ബൈ ശ്രീരാജ് ശ്രീനിവാസൻ. ഈ ഒരു സിനിമ ഞാൻ കണ്ടു. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് നെഗറ്റീവും പറയാനുണ്ട്, പോസിറ്റീവും പറയാനുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കൊള്ളാം, നല്ലൊരു സിനിമ, നമുക്ക് എല്ലാവർക്കും കാണാം, കുടുംബമായിട്ട് തന്നെ കാണാം, ഇരുന്ന് ചിരിക്കാം. ഈ പറയുന്ന ഒരു 2.5 മണിക്കൂർ മറ്റെല്ലാം മറന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ. ഓക്കെ, ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കിന് ഞാൻ ഈ ഒരു സിനിമ പേഴ്സണലായിട്ട് പോയി കാണാനായിട്ട് ഉദ്ദേശിച്ച മെയിൻ കാരണം ബേസിൽ ജോസഫ് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടപ്പോഴൊന്നും എനിക്ക് കൈനഷ്ടം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് ഇങ്ങനൊരു സിനിമ കാണണ്ടായിരുന്നു എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് ചിലപ്പം സിനിമ കൊള്ളത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ട്രെൻഡ് സെറ്റ് എന്ന രീതിയിൽ ഈ ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന ചില നുറുക്കു വിദ്യകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആളുടെ കയ്യിലുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പ് നോക്കിയ ജഗതി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം ബേസിലാണ് ഒരു ട്രെൻഡ് സെറ്റ് എന്ന രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ, അതായത് കാണുന്നവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, ചിരി വരുന്ന ഓരോ സിറ്റുവേഷൻസ് ഒക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവിടെ ചിരി കൊണ്ടുവരാനും, ഈ പറഞ്ഞ കോമഡി വേണ്ടെടുത്ത് കോമഡി ആയാലും, സർക്കാസ്റ്റിക് വേണ്ടത് സർക്കാസ്റ്റിക് ആണെങ്കിലും, ഈ പറഞ്ഞ എക്സ്പ്രഷൻ കൊണ്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ അഭിനയ മികവോ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു പൊസിഷന് വേണ്ട എന്താണ്, ആ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള സാധനം എടുത്ത് വെച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഈ ഒരു വ്യക്തി ബേസിൽ ജോസഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമ പോയി കാണുമ്പോഴത്തേക്കും ഒരിക്കലും കൈനഷ്ടം ഉണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് ഞാൻ ചെന്നത്. സിനിമയിൽ ചെന്നപ്പോൾ ശേഷമാണ് ഇതിനകത്ത് ഈ പറയുന്നത് സൗബിനുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് അറിയാവുന്നു. ഒരിക്കലും അത് സൗബിനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, സൗബിന് ശേഷം ചെമ്പൻ വിനോദം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം സിനിമ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ സിനി സീരിയൽ രംഗത്ത് കണ്ടിട്ടുള്ള കുറച്ചധികം ആക്ടേഴ്സ് എല്ലാം ഈ സിനിമയിലുണ്ട്. ശിവജിത്ത്, നമ്മുടെ കൽക്കിക്കകത്തുള്ള മെയിൻ വില്ലൻ ARMലൊക്കെ ഉണ്ടല്ലോ, ഈ സിനിമയിലും ഉണ്ട്, നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്താ ഈ സിനിമയൊന്നും കിട്ടാത്തത്. എന്തായാലും ആ ഒരു കുറവ് നിന്ന് നല്ല രീതിയിലൊരു റോളുണ്ട്. ആ ഇടിക്കുന്ന ഇടിയൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ ഇടി കൊള്ളുന്നവനറിയാം. ആ ഇടി കൊണ്ടുകഴിഞ്ഞ് തറയെ വീഴണമെന്ന്, അമ്മാതിരി ഇടി. ആ സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തിന് ആ സ്ക്രീനകത്ത് കാണിക്കുമ്പോൾ നടത്തയും, ഒരു വീട്ടിലോട്ട് അങ്ങനെ ചെന്ന് കയറുന്നുണ്ടോ കാണുമ്പോൾ തന്നെ അറിയോ ഇങ്ങനൊരു ഭീമനാ, മാറിക്കൊള്ളില്ല മൈര് ഒടിച്ചു പൊക്കി വല്ല തോട്ടിലും കളയുമെന്ന്. അതേ കണക്ക് ഒരു വിഷ്വലി നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ കറക്റ്റായിട്ട് തന്നെ പിടിച്ച് ആ ഒരു ബോഡി ലാംഗ്വേജിലും അത് കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. നൈസായിട്ട്. ആദ്യം ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ സെറ്റ് ഇട്ടിരിക്കുന്നതാണെങ്കിലും ശരി, സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ശരി, അതിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്ട്, അവരുടെ മേക്കപ്പ് ഇൻക്ലൂഡിങ് മേക്കപ്പ് ഒക്കെ ആണെങ്കിലും ശരി, അന്യായ സാധനം, അന്യായ ഐറ്റവും. സൗബിന്റെ ഒരു പ്രായമുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ഓൾമോസ്റ്റ് ഒരു 40 to 45 അല്ലെങ്കിൽ അതിന് എബോ പ്രായം തോന്നിക്കുന്ന രീതിയിൽ മേക്കപ്പ് ഇട്ടിരിക്കുന്ന നല്ല സൂപ്പർ. ആ മേക്കപ്പ് ഒക്കെ ഉണ്ട്, നല്ല കിടിലം. അത് സൗബിനാണെന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയത്തില്ല. കാരണം ഒരു ഷാപ്പിൽ കറി വെക്കുന്നവന്റെ അല്ലെങ്കിൽ തൂക്കാനും ചുടക്കാനൊക്കെ നിൽക്കുന്നവന്റെ ഒരു വേഷത്തിലൊക്കെ ആള് നിൽക്കുന്നത്. ആള് ഇടയ്ക്കൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവിട്ട് പെട്ടെന്ന് നമുക്ക് ആളെ മനസ്സിലാവുന്നത് സൗബിൻ തന്നെ ആണോ എന്ന്. കൂടാതെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടാണ് ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ സൗബിന്റെ സൈഡ് നോക്കണം. സൗബിൻ ക്ലിയർ ആക്കി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ സൗബിൻ ഈ സിനിമയിൽ വേണ്ട ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വേണ്ട ഒരു വ്യക്തി ആയിരുന്നു ഞാൻ പറയത്തില്ല. സൗബിന്റെ സൈഡ് സൗബിൻ ക്ലിയർ ചെയ്തു. പക്ഷേ സൗബിന്റെ കാസ്റ്റിങ്ങിനോട് എനിക്ക് വിയോജിപ്പില്ല. എന്റെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്. കാരണമുണ്ട്. അതിന് കാരണം ഞാൻ എന്തായാലും ഈ വീഡിയോക്കകത്ത് തന്നെ പറയാം. ആദ്യം പിന്നെ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിൽ പിന്നെ ഞാൻ ഇതിനു മുമ്പ് സിനിമകളിൽ പ്രതീക്ഷിച്ച എന്താണോ ബേസിൽ, അത് തന്നെയാണ് ബേസിൽ ഇവിടെ കാണിച്ചത്. ബേസിന്റെ ഭാഗം ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള ഒരുപാട് സംഭവങ്ങളെല്ലാം ഇട്ട് ക്ലിയർ ആക്കി. സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഈ പറഞ്ഞ ഫാമിലി ആയിട്ട് ചെയ്യുന്ന എല്ലാ ഓഡിയൻസും ഈ പറഞ്ഞ 2.5 മണിക്കൂർ ഒന്നും മറന്ന് ഇരുന്ന് ആസ്വദിച്ച് ചിരിച്ച് കളിച്ച് പോവാം. കാരണം ഒരു ക്രൈം ത്രില്ലർ ആണ്, അതിനകത്ത് സർക്കാസ്റ്റിക് ഉണ്ട്, കോമഡി ഉണ്ട്, ക്രൈം ഉണ്ട്, ഈ പറഞ്ഞ സ്റ്റണ്ട് ഉണ്ട്, സോങ് ഉണ്ട്, BGM ഉണ്ട്. നമുക്ക് ഒരു പാക്കായിട്ട് എന്തൊക്കെയുണ്ട് ആ സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. സിനിമ നല്ലതാ, കിടന്ന് ഓടും, കിടന്ന് കാണും, എല്ലാവർക്കും നല്ല കുടുംബമായിട്ട് പോയിരുന്ന് കണ്ട് ആസ്വദിച്ച് ചിരിച്ച് തിരിച്ചു വരാം. സിനിമയിലെ കോമഡി അവതരിപ്പിക്കാനായിട്ട് ബേസിലുണ്ട്, ഇപ്പം ചെമ്പൻ വിനോദമുണ്ട്, പിന്നെ ഈ ഷാപ്പിനകത്ത് കാണിക്കുന്ന പ്രായമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ അന്യായം. ഇപ്പം ഈ പുതിയതായിട്ട് തലമുറയിലൊക്കെ അല്ലെങ്കിൽ പുതിയതായിട്ട് അഭിനയിക്കാൻ വരുന്നവരൊക്കെ ആദ്യം ഇച്ചിരി പിച്ച വെച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ആ പ്രായമുള്ള രണ്ടു മൂന്ന് പേരുടെ കോമഡിയൊക്കെ ഉണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അന്യായം എന്ന് വെച്ചാൽ അന്യായ കോമഡികൾ എന്ന് വെച്ചാൽ ഈ പ്രായമുള്ള വ്യക്തികൾ പൊതുവേ കോമഡി പറഞ്ഞ് ഈ ന്യൂജനായിട്ടുള്ള പിള്ളേരെ ചിരിപ്പിക്കുക എന്നുള്ളത്, ബുദ്ധിമുട്ടാ ചിരിക്കുക എന്നുള്ളത് പഴയൊരു പറയുന്ന കോമഡി. അതിനൊക്കെ ഇരുന്ന് ചിരിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അടുത്തിരുന്ന് 20 ടണ്ണ് കേയിലേതോ ചെറുക്കനൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പം അതൊക്കെ അവരെ കൊണ്ട് വർക്കൗട്ട് ആവും, ചിരിപ്പിക്കാനും പറ്റും. അതൊക്കെ ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ്. ഈ സിനിമയുടെ അവസാനം ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 3 റൗണ്ട് കിടന്ന് 3 പേര് കിടന്ന് ഇങ്ങനെ കറങ്ങും. ആ കറക്കുന്നതൊക്കെ സംഭവം കൊള്ളാം. സംഭവം അതെല്ലാം ഡയറക്ടറുടെ ബ്രില്യൻസും അത് കൊണ്ടുവരുന്ന രീതിയും കാര്യങ്ങളെല്ലാം സെറ്റാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ സിനിമ എനിക്ക് ആദ്യം പകുതി എത്തുന്നതിന് മുമ്പേ വർക്കായി. എന്തോ സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ അവസാനിപ്പിക്കുന്നത്, ഏതിലാണെന്ന് എനിക്ക് മനസ്സിലായി.
ഇപ്പം എന്നെ പോലെ തന്നെ ആയിരിക്കും ഒരുപാട് വ്യക്തികളാണ് ഇതുപോലുള്ള ക്രൈം ത്രില്ലർ സിനിമ ആസ്വദിക്കുമ്പോൾ ഇത് ക്രൈം ത്രില്ലർ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ സീക്വൻസും ഓരോ ഡയലോഗ്സും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ ഓടും. ഇതിനകത്ത് ആരായിരിക്കും കൊലപാതകി, അല്ലെങ്കിൽ ആരായിരിക്കും ഇതിനകത്തൊരു ക്രൈം ചെയ്ത വ്യക്തിയായിട്ട് വരാൻ പോകുന്നത്, നമ്മുടെ മനസ്സിൽ ചിന്തഗതി കാണും. നമ്മൾ ആലോചിക്കും, ഡയറക്ടർ ആലോചിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ നമ്മൾ ഇതിനെ ആലോചിച്ച് എങ്ങനെയെങ്കിലും ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡയറക്ടറെ നമുക്ക് പൊളിക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ തന്നെ ആഗ്രഹിച്ച് കാണുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെയൊക്കെ ആലോചിക്കണം. ആലോചിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മണ്ടന്മാരാണെന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മളൊരു അറിയുന്ന സാധനത്തെ കാണുന്ന സാധനത്തെ കുറിച്ച് ചിന്തിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ ഒരുവിധപ്പെട്ട സിനിമയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എനിക്ക് നഷ്ടമേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കത്തില്ലായിരുന്നു ക്രൈം ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരുന്നത്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് എൻ്റെ അത്രയും നാളത്തെ തെറ്റിദ്ധാരണ എല്ലാം മാറി എനിക്ക് ആദ്യമേ മനസ്സിലായി ഇത് സൗബിൻ തന്നെയാണെന്നുള്ള കാര്യം. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ സൗബിൻ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് അവിടെ ഇച്ചിരി ഇതായിട്ട് തോന്നിയിരുന്നത്. കാരണം സൗബിൻ എന്ന് പറയുന്നൊരു വ്യക്തി നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് ഒരു സിനിമയിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു റോൾ അതിനകത്ത് ഉണ്ട്. ഇല്ലാതെ ഒരിക്കലും ചുമ്മാ സൈഡ് നിർത്താനും തൂണ് പിടിക്കാനും മറ്റേ മുമ്പ് കർട്ടനൊക്കെ പിടിക്കാൻ നിന്നിട്ടുണ്ടെന്ന് പറയുന്നത് അതൊന്നും ഇപ്പം നടക്കത്തില്ല. ആളിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ആളിനെ ഇപ്പം ആരും അങ്ങനെ നിർത്തത്തില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തി ഒരു സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഒരു പകുതി വരെയൊക്കെ വലിയ ഇതൊന്നുമില്ല, അതിലെ കൂടെ നടന്നു പോകുന്നു, ഷാപ്പിന്റെ സൈഡിൽ കൂടെ പോകുന്നു, അവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു, മാറിയിരിക്കുന്നു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സീൻ കാണുമ്പോഴേ അറിയാം സെക്കൻഡ് ഹാഫിൽ അണ്ണൻ തന്നെ തൂക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ സംഭവം നടന്നു കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ പോകുമ്പോഴത്തേന് ചോദിക്കും ഞാനൊരു മജീഷ്യനും കൂടെ ആണെന്ന് പറയുമല്ലോ. അപ്പോഴേ നമുക്ക് രണ്ടാമത്തെ കത്തും. കാരണം ഒരു ഷാപ്പിൽ കറി വെക്കാനും തൂക്കാനും ഒക്കെ നിൽക്കുന്ന ഒരാൾ മജീഷ്യനും കൂടെ ആണ് എന്ന് ഒരു ഡയലോഗ് അവിടെ കുത്തിക്കേണ്ട കാര്യം എന്തുവാ? അത് കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ, മജീഷ്യൻ കൂടെ ആണ്, അപ്പോൾ ഇവൻ തന്നെ ഈ പണി പണിഞ്ഞതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. 3, ഇവന്റെ ഭാര്യയുടെ സീക്വൻസ് കുറേ കാണിക്കുന്നു, കുറേ പീസായിട്ട് കാണിക്കുന്നു സീക്വൻസ്, ഓരോ ഭാഗങ്ങൾ ഭാര്യയുടെ. അപ്പം അതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ആലോചിച്ച് ഇതെന്തിനാ ഇതെന്തിനാ എടുത്ത് ആദ്യമേ കാണിക്കുന്നത്, കൂടുതലായിട്ട് കാണിക്കുന്നതിന്. അപ്പം അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ, ഇല്ലാതെ ചുമ്മാ അങ്ങനെ കാണിക്കത്തില്ല. ഒന്നെങ്കിലും ആൾക്കാർ കണ്ടിരിക്കാൻ എന്തെങ്കിലും അതിനകത്ത് വേണം. അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേ ഭാര്യയുടെ പല പല ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്, അതായത് പല സീക്വൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഓരോ രംഗങ്ങളെ. അപ്പം അവിടെ നമുക്ക് 3 ഇത് ക്യാച്ചായി. ഈ സംഭവം ഇത് കൺക്ലൂഡ് ചെയ്ത് ഇവർ തന്നെ വന്ന് നിൽക്കും. ഇതിന് എങ്ങനെ വന്ന് നിൽക്കുമെന്ന് നോക്കിയാൽ മതി. അതെങ്ങനെ വന്ന് നിൽക്കുമെന്നുള്ളതിനകത്ത് ഇങ്ങനെ ഒന്നിട്ട് ഓട്ടിച്ച്, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇട്ടൊന്ന് ഓട്ടിച്ചിട്ട് കൊണ്ടങ്ങ് കയറ്റി. ഇതാണ് സംഭവം, ഇതാണ് കൂടി, ഇതാണ് അവസാനം എന്ന് പറഞ്ഞ് കൊണ്ടങ്ങ് കയറ്റി. പക്ഷെ സംഭവം സിനിമ കൊള്ളാം. നമുക്ക് ഇങ്ങനൊന്നും ചിന്തിക്കാതൊക്കെ ഇരുന്ന് കാണുന്നവർക്ക് അയ്യോ ഇവനായിരുന്നോ എന്നൊക്കെ തോന്നാം, അങ്ങനെയൊക്കെ സന്തോഷിക്കുക, എല്ലാം കാണും. സിനിമ നല്ലതാണ്, ഫാമിലി ആയിട്ട് കാണാം, എല്ലാം കിടലുമാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ഈ സൗബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാസ്റ്റിംഗ് അല്ല അവിടെ. സൗബിന് പകരം മറ്റ് വേറെ ഏതെങ്കിലും ഒരു നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു ഫേസോ അത്തരത്തിലൊരാളായിരുന്നു അതിനകത്തെങ്കിൽ ചിലപ്പം ആ ഒരു ക്യാരക്ടറിനെ ആദ്യത്തെ ഒരു 45 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ പോട്ടെ 1.5 മണിക്കൂറോളം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കത്തില്ല, ആ വ്യക്തി ആയിരിക്കത്തില്ല, അവനല്ല, അവൻ ഒന്നാമത് മുടന്തൊക്കെ ഉള്ളതാണ്, ഹാൻഡിക്യാപ്ഡ്, അവനെ കൊണ്ട് ഒറ്റ ഇതൊന്നും നടക്കത്തില്ല, അവൻ്റെ പെണ്ണും പിള്ള പിന്നെയും അവറ്റുമായിട്ട് സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ അവനല്ല എന്നേ ചിന്തിക്കത്തുള്ളായിരുന്നു. ആ സിനിമ കണ്ടവർക്ക് ഇത് കണക്ട് ആവും. പക്ഷേ സൗബിൻ ആദ്യം ഉണ്ടതുകൊണ്ട് നമുക്ക് ആദ്യമേ കണക്ട് ആയി. ഇത്രയും വലിയൊരാളെ കൊണ്ട് ഈ സൈഡിൽ കൊണ്ട് നിർത്തിയിരുന്നു. പക്ഷേ സൗബിൻ്റെ റോളും പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒരു പ്രായം തോന്നിക്കുന്നതാണെങ്കിൽ ശരി, അവൻ്റെ അഭിനയം മികവും കാര്യങ്ങളെല്ലാം സെറ്റ് പക്ക, എല്ലാം നല്ല രീതിയിൽ അടച്ചുറപ്പിട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് സിനിമയെക്കുറിച്ച് പറയാൻ. സിനിമയെക്കുറിച്ച് എനിക്കൊരു മോശം അഭിപ്രായമല്ല, സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നല്ല രീതിയിൽ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്ക്, അതിന് സെറ്റ് ഇട്ടിട്ടുണ്ട് സിനിമയ്ക്ക്. അല്ല, എല്ലാ സംഭവങ്ങളും നല്ല കിടിലം, ആ സിനിമ കൊണ്ടുവരുന്ന രീതിയും അതിൻ്റെ സ്ട്രക്ചറും എല്ലാം കിടിലമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയ ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം നമുക്ക് ആദ്യമേ ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നുള്ള സമയം ഇതെങ്ങനെ എത്തുമെന്ന് മാത്രം ചിന്തിച്ചിരിക്കുമല്ലോ, ആ ഒരു ചിന്തയിലേക്ക് മാത്രമായിപ്പോയി, അത്രേ ഉള്ളൂ.